ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഗെയിമിംഗ് ഗെയിമർ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു കിടിലം VR മാച്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ നേരെ പീക്കിലോട്ട് തന്നെ വെച്ച് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിന്ന് എത്ര കില്ലൊക്കെ എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. പീക്കിൽ അത്യാവശ്യം കുറച്ച് എനിമികളുണ്ട് ഗൈസ്. ഇപ്പം പീക്ക് അധികം എനിമി ഇറങ്ങാറില്ല. ഇപ്പം മില്ലിൽ അവിടെയൊക്കെയാണ് ഗൈസ് കുറേ എനിമി ഇറങ്ങാറ്. പക്ഷെ ഇപ്പം നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്കൊരു MP5 ആണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഒരു പൊട്ടാസ് സ്റ്റോക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു ലെവൽ 2 ഹെൽമെറ്റും കിട്ടി, പിന്നെ പൊട്ടാസ് സ്റ്റോക്കും കിട്ടി. പക്ഷേ ഇവിടെ നിറച്ച് കോയിൻ ഗൈസ്. പക്ഷേ P9 എടുത്തു, പക്ഷേ P9 എനിക്ക് വേണ്ട ഗൈസ്. MP5 കിട്ടില്ല കേട്ടോ. ഇപ്പോൾ MP5 കൊണ്ട് നല്ല HP വെച്ച് കയറും. അത് കഴിഞ്ഞ് ഗൈസ് നമ്മൾ നേരെ ഈ വഴി പോയിട്ട് നമ്മൾ ഇങ്ങോട്ട് കയറി കേട്ടോ. ഈ വഴി ഇപ്പോൾ ബ്രോയ്ക്ക് ഫൂട്ട് കേട്ടോ. ഫൂട്ട് നമ്മൾ നേരെ ഈ വഴി കയറി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കയറി ചെന്ന് അടിക്കാൻ നിന്നപ്പോഴേക്കും ഇങ്ങനെ ഓടി വന്നു. എന്നെ അടിച്ചില്ല കുമ്പം പോകാതിരിക്കാൻ. പക്ഷേ ഞാൻ ഇരുന്ന് കാണിച്ചായിരുന്നു. ഞങ്ങൾ കണ്ടില്ല, അടിച്ചു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇരുന്നൊക്കെ കാണിച്ചു ഗൈസ്. അവൾ വീണ്ടും ഇവിടെ തന്നെ ഇറങ്ങുമായിരിക്കും ഗൈസ്. എനിക്ക് ഉറപ്പാണ് ഗൈസ് ഇവിടെ തന്നെ ഇറങ്ങും. അപ്പോൾ വീണ്ടും നമ്മൾ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് കാണിച്ചു ഗൈസ്. നമ്മളിത് 5 years നമ്മൾ ഇട്ടിട്ടുണ്ട്, 7 years ഹെഡ്ഷോട്ട് ആർട്ടല്ലായിട്ട് ഷോ പറ്റിച്ച് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം കുറച്ചിലോട്ട് നമുക്ക് ആകാശത്തോട്ട് നോക്കാം ഗൈസ്. ഇപ്പം തന്നെ നമ്മൾ ഇറങ്ങുമായിരിക്കും, എനിക്ക് ഉറപ്പാണ് ഗൈസ്. ഇപ്പം തന്നെ ഇറങ്ങുമായിരിക്കും. ടീമപ്പ് ആയതുകൊണ്ട് ഇറങ്ങുമായിരിക്കും ഗൈസ്. നോക്കാം ഗൈസ്, നമുക്ക് ആകാശത്തോട്ട് നോക്കാം ഗൈസ്. പറഞ്ഞു തീർന്നില്ല ഗൈസ്, ദേ വരുന്നു ഗൈസ്. വന്നു ഗൈസ്. അകത്തോട്ടാണ് കേട്ടോ വന്നത്. അകത്തോട്ട് നമ്മൾ അവൾ നേരത്തെ ചത്തി വുഡ് ബോസിൻ്റെ അങ്ങോട്ടാണ് ഗൈസ് വന്ന്. അപ്പോൾ ഞാൻ കുറേ നേരം ഇരുന്ന് കാണിച്ചു. അടിക്കുവാണെങ്കിൽ അവളുടെ കയ്യിൽ ആ സാധനം പറ്റുള്ളൂ, നമുക്ക് അടിച്ചങ്ങ് തീർത്ത് കളയാം ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ച് ഇമ്മോട്ടൊക്കെ ഇട്ട് പട്ടിച്ചോ ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇങ്ങനെ അങ്ങ് ഇമ്മോട്ടൊക്കെ ഇട്ട് അപ്പോൾ അടുത്ത ടീമേറ്റ് വന്ന് ഗൈസ് അവൾ നോക്കാം ഗൈസ്. ഞങ്ങൾ പറയുകയാണ് ഗൈസ്, ഇരുന്നിരുന്ന് കാണിച്ചാണ് ഗൈസ്. അപ്പോൾ അവൻ ലോലിമോട്ടൊക്കെ ഇട്ടിളങ്ങിട്ട് അവൾ വീണ്ടും ഇരുന്ന് കാണിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇരുന്ന് കാണിച്ചു. പിന്നെ 7 years ഒക്കെ ഇട്ട് തന്നുകൊണ്ട് കേട്ടോ. അവനെ അടിച്ച് കൊന്നു ഗൈസ്. അവളെ അടിച്ച് കൊന്നു ഗൈസ്. നമ്മളെന്തേ മേലോട്ട് നോക്കിയപ്പോൾ അവൾ വീണ്ടും കണ്ടില്ല ഗൈസ്. അപ്പോഴേക്കും എന്തേ മറ്റവൻ അടി കിട്ടണം ഗൈസ്. അപ്പം നേരെ ഇങ്ങനെ ഓടി അങ്ങോട്ട് ചെല്ലു ഗൈസ്. എവിടെ എനിമി അടിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കി അങ്ങ് ചെല്ലുവാണേ. സ്നൈപ്പർ പോലത്തെ സാധനമാണ് ഗൈസോള്. നേരെ അവിടെ ഇരുന്ന് തലക്കിട്ട് നോക്കി ഒറ്റ ഒരെണ്ണം കൊടുത്തു ഗൈസ്. അപ്പോഴേക്കും അവൻ നേരെ അങ്ങ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഫൂട്ട് കാണിക്കുന്നുണ്ട്, എനിക്കറിയത്തില്ല അവിടെ എനിമി ഉണ്ടോ എന്ന്. അപ്പോൾ നമ്മൾ കില്ലൊന്ന് ഫിനിഷ് ആക്കിയിട്ട് അവിടുത്തെ ജൂട്ടൊന്ന് എടുക്കണം ഗൈസ്. എവിടെ MP5 പൊള്ളി കണ്ടോ. അപ്പം നമ്മൾ MP5 എടുത്തിട്ടുണ്ട് കേട്ടോ. MP5 എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ടൊന്ന് ചെല്ലാം ഗൈസ്. അതിനകത്തോട്ട് നമുക്ക് ചെന്ന് യാഹിയ ചത്ത് ഗൈസ്. അപ്പോൾ അവനെ പൊക്കണം. അതിന് പിന്നെ എനിക്കിത് അതിൻ്റെ കുറച്ച് ഉണ്ട എടുക്കണം ഗൈസ്. അതിൻ്റെ കുറച്ച് ഉണ്ട എടുക്കണം. മറ്റേ സ്നൈപ്പർ പോലത്തെ സാധനത്തിൻ്റെ കുറച്ച് ഉണ്ട അങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉണ്ട എടുത്തിട്ട് ഗൈസ് നമ്മൾ ഈ വീഡിയോക്ക് നോക്കിയപ്പോൾ അവനെ ആരോ പൊക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഇവിടെ തന്നെ ഹിറ്റ്. ഞാൻ ചാടി ഇറങ്ങിയപ്പോൾ അവൻ MP40 കൊണ്ടുണ്ട്. ആദ്യത്തെ അടിച്ച് കൊണ്ടില്ല, രണ്ടാമത്തെ അടിച്ച് നേരെ അവൻ്റെ ബോഡി നന്നായിട്ട് കയറി അവൻ നോക്കായിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ ടീമേറ്റിനെ പൊക്കാൻ വേണ്ടി ഞാൻ വേഗം ഇങ്ങനെ വെച്ചിട്ട് പുറകെ നടിയുണ്ടോ വേഗം ഞാനിങ്ങനെ പൊക്കി ഗൈസ്. ഒറ്റ ബ്ലൂ വാളങ്ങിട്ട് അപ്പോഴേക്കും ഗൈസ് അവൻ ആരും കണ്ടില്ല. നോക്കുമ്പോൾ മേളിൽ നിന്ന് അടിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം അടിച്ചത് കാലിലാണ് ഗൈസ് കൊണ്ട്. അതിങ്ങനെ അടിച്ച് തലയ്ക്ക് കൊണ്ടു. പക്ഷെ എനിക്ക് ഹെഡ്ഷോട്ട് കില്ല് കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങോട്ട് നോക്കുമ്പോൾ ഈ ടീമേറ്റിനെ വീണ്ടും അടിക്കുന്നത് ഗൈസ്. അപ്പോൾ അവനെ ഞാൻ അടിച്ച് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അവനെ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇത്തിരി ഇൻഹേലറൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ എനിക്ക് അവനെ ഞാൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം തന്നെ ചത്തനെ ഗൈസ്. അവൻ കുറച്ച് HP ആണ് എനിക്ക് വെച്ചത്, കുറച്ച് HP. നല്ല അടി വന്നു. ഞാൻ അടിച്ച് കൊണ്ടില്ലായിരുന്നു, ഞാൻ ഉറപ്പായിട്ടും അപ്പം തന്നെ ചത്തേനെ ഗൈസ്. പ്രശ്നമില്ല ഗൈസ്. നമുക്ക് കുറച്ച് ലൂട്ടൊക്കെ എടുക്കണം കേട്ടോ. കുറച്ച് ലൂട്ടൊക്കെ എടുക്കാൻ. ഇവിടെ MP53 എല്ലായിടത്തും MP53. അവൾക്ക് ഫൂട്ട്. അപ്പോഴേക്കും ഞാൻ അവന് വീണ്ടും അടിച്ചപ്പോഴേക്കും ഹെഡ്ഷോട്ട് കയറിയതാണ് ഗൈസ്. അപ്പോഴേക്കും ഇവിടെ കുമ്മനടിച്ച് ഗൈസ്. പ്രശ്നമില്ല പോട്ടെ ഗൈസ്, പ്രശ്നമില്ല. ഇപ്പം നമുക്ക് 5 കില്ലുണ്ട് കേട്ടോ. ബ്രോ നമ്മൾ അങ്ങോട്ട് കയറി ചെന്നപ്പോഴേക്കും ഗൈസ് അവിടെ എനിമി ഉണ്ടെന്ന് കണ്ടു കേട്ടോ. ആ എനിമി അങ്ങോട്ട് ഓടിയെന്ന് നോക്കിക്കൊണ്ടിരിക്കുവാണേ. അത് ഞങ്ങൾ ഓർത്താൽ താഴത്തോട്ട് ഓടിയെന്ന് താഴത്തോട്ട് റഷ് ചെയ്തങ്ങ് കയറുവാണേ. അപ്പോൾ ഞാൻ നൈസായിട്ട് സൈഡിലോട്ട് നോക്കിയപ്പോൾ അവർക്ക് ഫൂട്ട് നോക്കുമ്പോൾ അവിടെ ഒരു തല നിൽക്കണേ സൈഡിൽ കൂടെ നോക്കിയപ്പോൾ. അപ്പോഴേക്കും ഞാൻ ഒന്നുമില്ല ഈ സ്നൈപ്പർ കൊണ്ട് ഒറ്റടി കൊടുത്തു. രണ്ടാമത്തെ അടി കൊടുത്തപ്പോൾ റീലോഡ് വന്നപ്പോഴേക്കും ഗൈസ് ഞാൻ പെട്ടെന്ന് അടിച്ച് റീലോഡ് ആക്കിപ്പോയി ഗൈസ്. അല്ലാതെ തോക്ക് ചേഞ്ച് ചെയ്യുന്നില്ല. പെട്ടെന്ന് പകരം ഞാൻ റീലോഡ് ആക്കി വിട്ടു ഗൈസ്. അതുകൊണ്ട് അടിക്കാനേ പറ്റിയില്ല ഗൈസ്. പ്രശ്നമില്ല. എന്നിട്ട് നമ്മൾ ഇതേ നോക്കി നിന്നപ്പോൾ ഗൈസ് അവിടെ നിന്ന് ഒരുത്തനിറങ്ങി. ആദ്യത്തെ അടിച്ച് കൊണ്ടില്ല ഗൈസ്. രണ്ടാമത് ഇങ്ങനെ അടിച്ചപ്പോൾ ഒരു 123 കൊണ്ട്. അപ്പോഴേക്കും ആ കില്ലും കുമ്പം പോയി.
അപ്പം എൻ്റെ രണ്ടാമത്തെ കില്ലാണ് ഗൈസ് കുമ്മൻ പോകുന്നത്. അവൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് ലൂട്ടൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ലൂട്ട് ബോക്സ് ഒക്കെ ലൂട്ട് ചെയ്ത് നമ്മൾ നേരെ പീക്കിനകത്തോട്ട് ഇങ്ങനെ കയറി കേട്ടോ, തറവാട് വീടിനകത്തോട്ട്. അപ്പം ഗൈസ് ഇവിടെ നിന്നിട്ട് അവിടെ ഒരുത്ത് നിന്നി ഗൈസ്. അപ്പം അവനെ ഞാൻ അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. അവനെ അടിച്ച് നോക്കാക്കി കുറച്ച് ലൂട്ടൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഈ വഴിക്ക് ഒന്ന് പോയി നോക്കുകയാണ് കേട്ടോ ഗൈസ്, ഇവിടെ എനിമി വല്ലതും ഉണ്ടോ എന്ന്. ഗൈസ് എനിമി വല്ലതും ഇവിടെ ഒന്നും കാണില്ല ഗൈസ്. അങ്ങനെ നമ്മൾ നേരെ ഇങ്ങനെ പോയി ഗൈസ്. അപ്പോൾ ഗൈസ് അവിടെ ആദ്യത്തെ അടി അടിച്ചുകൊണ്ടില്ല, രണ്ടാമത്തെ അടി അടിക്കാൻ വന്നപ്പോഴേക്കും നോക്കാം ഗൈസ്. ഇവിടെ ഒരു മോൺസ്റ്റർ ട്രക്കേ വരുന്നുണ്ട് ഗൈസ്. അവർ ആദ്യം അടിച്ചുകൊണ്ടില്ല. എന്നിട്ട് MP5 കൊണ്ട് ദൂരത്തിൻ്റെ അടിക്കുമ്പോൾ തന്നെ 27 വെച്ച് കയറുന്നുണ്ട് തലക്കിട്ട്. അപ്പോൾ എന്ത് പവറാണെന്ന് ചോദിച്ചു ഗൈസ്. ഞാൻ വന്നപ്പോഴേക്കും അവരെ എല്ലാവരെയും കൊന്നു. ഞാൻ ഹില്ലിസ്റ്റ് മേടിച്ചു, പക്ഷെ എനിക്ക് കില്ല് കിട്ടിയില്ല ഗൈസ്. അപ്പോഴേക്കും ഒരുത്തന്നെ എന്നെ പുറകെ അടിച്ചു ഗൈസ്. അപ്പോൾ അവൻ ഞാൻ ഈ സ്നൈപ്പർ കൊണ്ട് ഒന്ന് കൊടുക്കാൻ നോക്കുമ്പോൾ അവൻ ഇറങ്ങി വരാൻ നേരത്തെ അവൻ ഒരു 104 കൊടുത്തു. അപ്പോഴേക്കും അവൻ നല്ല ലിറ്റ് വന്നു കേട്ടോ എനിക്ക്. എന്നിട്ട് എനിക്ക് കുറച്ച് മെഡൊക്കെ ഞാൻ അടിച്ച് സെറ്റാക്കി. അപ്പോൾ അവരെല്ലാവരും റഷ് ചെയ്ത് അവൻ അടിക്കാൻ കയറി നേടി. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് 3 ബാഗ് കിട്ടി. അപ്പുറത്ത് നോക്കിയപ്പോൾ ഡബിൾ AW. അപ്പോൾ അതിനകത്ത് നമ്മളൊരു AW എടുത്തിട്ടുണ്ട്. അവിടെ എല്ലാവർക്കും നല്ല ഫൂട്ടാണ്. അവൻ അടിച്ച് പൊട്ടിച്ചൊന്നും എനിക്ക് അറിയത്തില്ല. അവനെ കൊന്നോന്ന് എനിക്കറിയത്തില്ല. ഞാൻ നേരെ വല്ല കുമ്മനടിക്കാൻ പറ്റുമോ നോക്കി ഇങ്ങനെ ഓടി അങ്ങ് ചെല്ലുകയാണ് ഗൈസ്. അപ്പോഴേക്കും അവനെ കൊന്നു. അവനെ കൊന്നു ഗൈസ്. എനിക്ക് കില്ല് കിട്ടിയില്ല ഗൈസ്. ഒരു കുമ്മം പോലും കിട്ടിയില്ല ഗൈസ്. ഇവിടെ കട്ടാന കിട്ടി. നമുക്ക് കുറച്ച് ലൂട്ട് കൊടുത്തിട്ട് നമ്മൾ നേരെ പോയപ്പോൾ അവൻ അവിടെ നിന്ന് അടിക്കണ്ട ഗൈസ്. നമ്മൾ നേരെ അങ്ങ് കയറി ചെന്ന് ഗൈസ്. അവിടെയൊക്കെ നോക്കി, അവിടെയാണെന്ന് നോക്കി ഗൈസ്. അവിടെയാണെന്ന് നോക്കിയപ്പോൾ അവിടെ ഒന്നും അല്ല. ഗ്ലൂ വാളിൻ്റെ അവിടെ ഒന്നും ആരുമില്ല ഗൈസ്. ഇനി അവിടെ വല്ലതും ഉണ്ടോന്ന് ഞാൻ അങ്ങോട്ട് നോക്കി ഗൈസ്. അവിടെ ആയില്ല. അപ്പം VL വാഹ്യ വീണ്ടും ഒരുത്തനെ അടിക്കുന്ന ഗൈസ്. അപ്പം അതിലെങ്കിലും കുമ്മനടിക്കാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടി ഞാൻ സ്കോപ്പ് ഇട്ടപ്പോൾ തന്നെ അവൻ ഗ്ലൂ ആൾട്ട്. അപ്പോൾ ആ കില്ല് ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് ഒരു കുറച്ച് ഡാമേജിലും എടുക്കാമെന്ന് വിചാരിച്ച് അടിച്ചു ഗൈസ്. അപ്പോൾ അവനിപ്പോൾ ഇറങ്ങി വരുമെന്ന് എനിക്കറിയാം. ഒരടി അടിച്ചു. അപ്പോഴേക്കും ഗ്ലൂ ആൾട്ട് ഗൈസ്. രണ്ടാമത്തെ അടി അടിക്കാൻ നിൽക്കുമ്പോൾ തന്നെ അവൻ കയറി വരുമ്പോഴേക്കും അടിക്കുക. അപ്പോഴേക്കും ഗ്ലൂ ആൾട്ടും കൃത്യമായിരുന്നു ഗൈസ്. അത് എന്നാലും VL യാഹിയ അവനെ കൊന്നു കളഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ടീംമേറ്റ് അവിടെ നോക്കാം ഗൈസ്. അവിടെ ഒരു പൊരിഞ്ഞടി നടക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഓർഡർ സാധനമൊക്കെ ഇട്ട് നമ്മൾ നേരെ അങ്ങോട്ടപ്പോൾ സൈഡിൽ ഒരുത്തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനെ അടിക്കണതിന് വരാൻ അവനവിടെ നോക്കി ഗൈസ്. അപ്പോൾ ഞാൻ നേരെ റഷ് ചെയ്ത് അടിക്കാമെന്ന് വെച്ചാൽ അപ്പം നമ്മുടെ മച്ചാൻ ഗ്ലൂ ആളൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരെ ചാടി വന്ന് MP5 കൊണ്ട് അടിച്ച് ഗൈസ് അവനെ നോക്കാക്കിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മളത് അവൻ അവിടെ നിന്ന് അടിക്കുന്നുണ്ട്. ഞാൻ ഓപ്പണിൽ നിന്നാണ് ഗൈസ് മെഡ് അടിക്കുന്നത്. എന്നിട്ട് അവനെ അടിച്ചില്ല ഗൈസ്. അപ്പോൾ പിന്നെ ഫൂട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരെ ഗ്ലൂ ആയിട്ടൊന്ന് കയറി ഗൈസ്. അവിടെ എത്ര പേരാണെന്ന് എനിക്കറിയില്ല ഗൈസ്. 2 പേര് ഗൈസ്. അപ്പോൾ ഒരുത്തന്നെ ഞാൻ ഇങ്ങനെ നല്ല ലീറ്റ് എടുത്തിട്ട് ഒറ്റ ഗ്ലൂ ആളം കിട്ടി ഗൈസ്. അതിങ്ങിട്ട് നേരെ ചാടിപ്പോയി അവൻ്റെ അടിച്ച് അവനെ അങ്ങനെ നോക്കാക്കിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അതപ്പോൾ നമ്മുടെ 2 ടീംമേറ്റ് നോക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ കയറിപ്പോയി അവരെ റിവൈവ് ചെയ്യണം ഗൈസ്. റിവൈവ് ചെയ്യാം. അപ്പം എനിക്കിവിടെ നല്ല നമ്മൾ സോണിയിൽ നിന്നാട്ടോ ഗൈസ് കളിക്കണേ. സോണിൻ്റെ പുറത്താണ് നമുക്ക് നല്ല HP കുറയുന്നുണ്ട്. നല്ല HP കുറയുന്നുണ്ട്. നമ്മൾ ഇൻഹേലർ അടിച്ചാണ് കയറുന്നത്. സൈഡിൽ കൂടെ വലിഞ്ഞ് കയറും ഗൈസ്. അവിടെ ഫൈറ്റൊക്കെ നടത്തുന്നുണ്ട്. അവിടെ എനിമിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2 പേരെയും പൊക്കിയപ്പോഴേ സൈഡിൽ നിർത്താൻ എന്നെ വന്ന് അടിച്ച് ഗൈസ്. പ്രശ്നമില്ല. നമ്മൾ VL യാഹിയ അവനെ കൊന്നിട്ട് എന്നെ വന്ന് റിവൈവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നെ റിവൈവ് ചെയ്ത് അപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് ഇൻഹേലർ അടിച്ച് ഞാൻ സോണിനകത്തോട്ട് കയറാൻ നോക്കുകയാണ് കേട്ടോ. വേഗം ഞാൻ ഇൻഹേലർ അടിച്ച് അപ്പോൾ നമ്മുടെ ടീംമേറ്റൊക്കെ അവിടെ വന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോഴേക്കും ഒരു കാർ അങ്ങ് പോയി ഗൈസ്. അപ്പോഴേക്കും ടീംമേറ്റിനെ അടിക്കാൻ ഒരുത്ത് മറ്റേ സ്കില്ല് ഉപയോഗിച്ച് വന്ന്. അപ്പോൾ ഞാൻ അവനെ അടിച്ചിട്ട് ഗൈസ്. അപ്പോൾ അവൻ്റെ ടീംമേറ്റ് ഗൈസ് ആ വഴി വന്നുണ്ട് ഗൈസ്. അവൻ എന്നെ ഇടിക്കാൻ വരുന്നുണ്ട്. AW കൊണ്ട് കൊടുത്തിട്ട് കൊണ്ടില്ല. അപ്പോഴേക്കും അവനെ ഇടിക്കാൻ വന്നപ്പോഴും ചാടിയായി ഇറങ്ങി ഗൈസ്. എൻ്റെ പകുതി എൻ്റെ 99 ഹെഡ് ഷോട്ട് അതും പോയി ഗൈസ്. അപ്പോൾ നമ്മുടെ ടീംമേറ്റ് വീണ്ടും നോക്കായി ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ ഒന്നുകൂടി പോയി ഒന്ന് പൊക്കിയേക്കാന്ന് വിചാരിച്ച് നേരെ ഇങ്ങനെ അങ്ങ് വന്നപ്പോൾ ഗൈസ് അവിടെ എനിമി ഗൈസ്. അവിടെ എനിമി വന്നപ്പോഴേക്കും അവനവിടെ പൊക്കി നിൽക്കുവാണ്. അപ്പോൾ നമ്മൾ ഒരടി അടിച്ച്. അപ്പോൾ നേരത്തെ പോലെ മണ്ടതരം പറ്റി ഗൈസ്. നേരത്തെ അടിച്ച പോലെ റീലോഡ് ഇട്ട് ഗൈസ്. തോക്ക് ചേഞ്ച് ചെയ്യാൻ മറന്നുപോയി. പ്രശ്നമില്ല ഗൈസ്. നമ്മൾ നേരെ ഒന്ന് മെഡൊക്കെ ഒന്ന് അടിച്ച് ഈ സൂപ്പർ മെഡിക്കറ്റ് ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മെഡ് അടിച്ചിട്ട് നമ്മൾ 600 അങ്ങ് എടുത്ത് പൊക്കിയിട്ടുണ്ട്. നമുക്ക് നേരെ പോകണം ഗൈസ്. അവനെ കുറച്ച് ഇൻഹേലറൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. നമ്മൾ നേരെ ഇൻഹേലർ അടിച്ചോട്ട് ആ വഴി ഓടുവാണ് കേട്ടോ. അവന്മാരൊക്കെ അവിടെ എത്തി. അവന്മാർ ആ സോണി കയറുന്നതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് സോണി കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മൾ നേരെ ഈ വഴി കയറി ഗൈസ്. അവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കും. അവന്മാർ നല്ല ഫൈറ്റൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ.
അപ്പോൾ നമുക്ക് നേരെ പോയി വല്ല കില്ലും കുമ്മാൻ പറ്റുമോ നോക്കുമ്പോൾ ഈ സുഹൃത്തും കയറിപ്പോണ്. അപ്പോൾ അവൻ AW കൊണ്ട് അടിച്ച് നോക്കാക്കി കില്ല് ഫിനിഷ് ചെയ്ത് നോക്കുമ്പോൾ അടിച്ചപ്പോൾ ആ കില്ല് ഫിനിഷ് ആയില്ല. ഈ സമ്മാനൊക്കെ അവിടെ മെഡൊക്കെ അടിക്കണം. നമ്മൾ ടീമേറ്റ് മെച്ചപ്പിടിക്കും വീണ്ടും അവൻ എന്തോ സൂപ്പർ ഹെൽത്തോ അങ്ങനെ അങ്ങോട്ട് സാധനം വെച്ച് അവൻ ഹീൽ ചെയ്തിട്ടുണ്ടോ കേട്ടോ, റിവൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ സോണിലോട്ട് ഇപ്പം കയറിയില്ലേ നമ്മൾ ഉറപ്പായിട്ടും ചത്തുവും ഗൈസ്. അതുകൊണ്ട് നമ്മൾ വേഗം ഇൻഹേലറൊക്കെ അടിച്ച് വേഗം കയറുവാണ് കേട്ടോ. വേഗം കയറി നമ്മൾ അറ്റത്ത് വരെ എത്തിയപ്പോഴേക്കും നമ്മൾ ഭയങ്കരമായിട്ട് പോയി നമ്മൾ നോക്കായി ഗൈസ്. പ്രശ്നമില്ല, 13 ഇല്ലായിട്ട് നമ്മൾ നോക്കായിട്ടുണ്ട്, ചത്ത് പോയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ മച്ചാൻ 1v3 ആണ്. 1v3 ആണെന്ന് അല്ല 1v2 ആണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. അല്ല ഗൈസ് നമ്മുടെ ടീമല്ല, ഇപ്പോൾ 1v1 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ ഇവിടെ സാധനമൊക്കെ ഇറങ്ങിയിട്ട് ഇവിടെ അവനെ അടിക്കാൻ പറ്റുമോ നോക്കുകയാണ് ഗൈസ്. അപ്പോഴേക്കും ഈ മച്ചാൻ മോൺസ്റ്ററൊക്കെ എടുത്ത് ഇങ്ങനെ നേരെ വളച്ചെടുത്ത് അവനെ അടിക്കാൻ നോക്കുമ്പോൾ പറ്റിയില്ലേ. അപ്പോൾ ഈ മച്ചാൻ ഒരു നെയ്ഡ് ഇറങ്ങി എടുത്തിട്ട് സൈഡിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.